വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി ആരെയും കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി. വിമർശനം നാഗ്പൂരിലെ കോൺഗ്രസ് മഹാറാലിയിൽ. കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തിനായുള്ള പോരാട്ടത്തിൽ എല്ലാ സംവിധാനങ്ങളിലും BJP കൈകടത്തുന്നുവെന്നും വിമർശനം. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിൽ ആശയക്കുഴപ്പം. നേതാക്കൾ പങ്കെടുക്കരുതെന്ന് കെ മുരളീധരൻ. തീരുമാനമെടുക്കേണ്ടത് AICC എന്ന് കെ സുധാകരൻ. പാർട്ടിക്കല്ല വ്യക്തികൾക്കാണ് ക്ഷണമെന്ന് ശശി തരൂർ. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ CPI പങ്കെടുക്കില്ല. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തുന്നത് ഭരണഘടനയ്ക്ക് എതിരെന്ന് D. രാജ. രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്ന് ബിനോയ് വിശ്വം. ഉറങ്ങുമ്പോൾ കോൺഗ്രസ് ആയിരുന്നവർ ഉണരുമ്പോൾ BJP ആകുന്നുവെന്നും വിമർശനം. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഇന്ത്യൻ നാവികരുടെ ശിക്ഷയിൽ ഇളവ്. ചാരവൃത്തി ആരോപിച്ച് ശിക്ഷിച്ചത് മലയാളി അടക്കം 8 നാവികരെ. ഇളവ് ഖത്തർ ഭരണാധികാരിയുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. കുസാറ്റിലെ ദുരന്തത്തിന് കാരണം സംഘാടനത്തിലെ ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ സമിതി റിപ്പോർട്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരുമടക്കം 7 പേരിൽ നിന്ന് വിശദീകരണം തേടും. ഓഡിറ്റോറിയത്തെക്കുറിച്ച് പഠിച്ച നവീകരണ പ്രവൃത്തികൾ നടത്താനും തീരുമാനം. പരിപാടി നടത്തിപ്പിന് പ്രത്യേക ചട്ടം രൂപീകരിക്കണം. നടനും DMDK നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. അന്ത്യം ചെന്നൈയിൽ കോവിഡ് ബാധിതനായിരിക്കെ. വിടവാങ്ങിയത് തമിഴകത്തിന്റെ പ്രിയ ക്യാപ്റ്റൻ. സംസ്കാരം നാളെ ചെന്നൈയിൽ.